RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന പരിപാടി ഉണ്ടല്ലോ, മോഹൻ ഭാഗവത് സർസംഘ ചാലക് മോഹൻ ഭാഗവത് പങ്കെടുത്ത ചടങ്ങിൽ ഞാനും പോയിരുന്ന പരിപാടി. നമ്മളെ ക്ഷണിച്ചു, ഞാൻ നമ്മളവിടെ പോയിരുന്നു. ഒരുപാട് മാധ്യമപ്രവർത്തകരും അതുപോലെ ഈ നാനാ തുറകളിലുള്ള പ്രൊഫഷണൽസാണ് അവിടെ ഏറ്റവും വന്നിരുന്നത്. അതാണ് സത്യം. അപ്പം പക്ഷേ ഇപ്പോൾ വിവാദമായി മാറിയിരിക്കണം. കേരളത്തിലെ 3 സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ CPM-ഉം കോൺഗ്രസ് എല്ലാം കൂടെ ചേർന്ന് ചന്ദ്രഹാസലാക്കിക്കൊണ്ട് നിൽക്കുന്നത്. പക്ഷേ അവിടെ വന്നത് മുഴുവനും ഭൂരിഭാഗം പേരും ഈ പ്രൊഫഷണൽസ് ആയിരുന്നു എന്ന സത്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, BJP-യുടെ നേതാക്കന്മാർ പോലും വരലെണ്ണുള്ളൊരു മാത്രം അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ നമ്മൾ സാധാരണ എപ്പോഴും കരുതി ഇവിടെ മുഴുവൻ BJP നേതാക്കം, അങ്ങനെയല്ല. ക്ഷണിക്കപ്പെട്ട സദസ്സാണ്. RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക്, രാഷ്ട്രീയ സ്വയം സേവക സംഘടന, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്കെല്ലാത്തിനും അതിൻ്റെ ഒരു ചിട്ടയുണ്ട്. അവരെ ഓരോ കാര്യത്തിനും അവരുടെ ചിട്ടയുണ്ട്. അപ്പോൾ അവരൊരു ചടങ്ങിന് ക്ഷണിച്ചാൽ 500 പേരെ ക്ഷണിച്ചാൽ 500 കസേരയെ ഉണ്ടാവുകയുള്ളൂ. അല്ല 501 എന്നൊരു കസേര ഉണ്ടാവും. ഈ കസേരയിൽ ഇരിക്കാവുന്ന അത്ര ആളിനെ മാത്രമല്ല, ഞാൻ കുറേ നാളുകൾക്ക് ശേഷം പങ്കെടുത്ത ഏറ്റവും പ്രൊഫഷണലി സംഘടിപ്പിക്കേണ്ട പരിപാടിയായിരുന്നു. നമുക്ക് അവർ ക്ഷണം കൂടെ തന്നിട്ട് പോകുന്നു, നമ്മളവിടെ ചെല്ലുന്നു, നമ്മൾ അവിടെ റിസീവ് ചെയ്യുന്നു. കൃത്യമായിട്ട് നമുക്കുള്ള ID കാർഡ്, നമ്മളെ പേരടിച്ച ID കാർഡ് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തരുന്നു. നമ്മൾ ഹാളിലേക്ക് പ്രവേശിക്കുന്നു. കൃത്യസമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നു. കൃത്യസമയത്തിന് ടീ ബ്രേക്ക് ഉണ്ടാകുന്നു, ചോദ്യോത്തരവേള ഉണ്ടാകുന്നു. എല്ലാം സമയബന്ധിതമായിട്ടാണ്. ഒരിക്കലും നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ഇത്തരം പ്രസ്ഥാനങ്ങളോ തന്നെ എന്തെങ്കിലും യോഗം വെച്ചാൽ അത് ആകെ സമയവും വ്യവസ്ഥയും കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക്. ഇതെല്ലാ കാര്യത്തിലും. അത് മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുള്ള കണ്ട ഞാനൊരു പ്രത്യേകത, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നതും അവിടുത്തെ വോളണ്ടിയേഴ്സ് എല്ലാം RSS പ്രവർത്തകരായിരുന്നു. പുറത്തുനിന്ന് ആളെ എടുക്കേണ്ടി വന്നിട്ടില്ല അവർക്ക്. അവർ വളരെ ഇവർ ഇതൊക്കെ നടത്തി നല്ല പരിചയമുള്ളവരാണെന്ന് നമുക്കത് കണ്ടാൽ മനസ്സിലാവും. ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അതൊക്കെ ചെയ്ത് നല്ല പരിചയമുള്ളവരാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നൊരു കാര്യമാണ് അവിടെ നടന്നത്. ഏതായാലും അതൊരു ഗംഭീര അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഇത്തരം ഒരുപാട് ചടങ്ങുകൾ പങ്കെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രൊഫഷണലി അത്രയും ഓർഗനൈസ് ചെയ്യപ്പെട്ട ഒരു പരിപാടി അപൂർവമായി പങ്കെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും വളരെ രൂക്ഷമായ ഭാഷയിൽ VC-മാരെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വഴിപാടാണ് ഇവിടെ ഈ കേരളത്തിൽ, ഇതൊരു വഴിപാടാണ്. അതെ. അപ്പം ഈ VC-മാർ പോയതിൻ്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുമാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പിണറായി വിജയൻ്റെ കാലത്ത് ഇതുപോലെ 3 VC-മാർ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ആരും ഇപ്പം മിണ്ടുന്നില്ല. നടത്തിയ ഒരു പരിപാടിയിൽ, അന്ന് നടത്തിയ പരിപാടിയിൽ 3 VC-മാർ, അന്ന് മോഹൻ സി കുന്നുമ്മലുണ്ട്, ബാക്കി 2 VC-മാരുടെ പേരെ പെട്ടുപോയി. അവർ കാലിക്കറ്റിൻ്റെ ആയിരുന്നു. അതെ അതെ അതെ, അവർ പങ്കെടുത്തിരുന്ന ഈ പരിപാടിയിൽ ഇവിടെ മോഹൻ കുന്നുമ്മലുണ്ടായിരുന്നു. പിന്നെ ഈ കുഫോസിൻ്റെ VC-മാരുണ്ടായിരുന്നു. എന്താണെങ്കിലും ശരി, RSS എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ സംഘടന അല്ലേ? അതെ. അതായത് നരേന്ദ്രമോദിയുടെ സംഘടനയാണ് RSS എന്ന് പറയുന്നത്. ഈ RSS-നെ സംബന്ധിച്ചിടത്തോളം RSS ഇന്ത്യയുടെ ഗുണത്തിനുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ, ദോഷമൊന്നും പറയാം. മാത്രമല്ല, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, RSS നിരോധിത സംഘടന, ഭീകര സംഘടന ഒന്നുമല്ല. അവർ എപ്പോഴും ദേശസ്നേഹം ഉള്ള ഒരു സംഘടന തന്നെയാണ്. മാത്രമല്ല, ഈ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഉടനീളം പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയിൽ അവിടെ ദേശവിരുദ്ധമായ ഒരു പ്രസംഗമോ പ്രഭാഷണമോ ഒന്നും ഉണ്ടായിട്ടില്ല. രാജ്യത്തിനെ എങ്ങനെ മുന്നോട്ട് നന്നായി കൊണ്ടുപോകാന്നുള്ള തരത്തിലുള്ള സംസാരം മാത്രമാണ് അവിടെ ഉണ്ടായത്. അതേസമയം നമ്മുടെ നാട്ടിലെ കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സംഭവങ്ങൾ നടന്നിരുന്നു. നമ്മുടെ നാട്ടിലെ ഇടത് സൈദ്ധാന്തികന്മാർ അതിൽ പോയി പങ്കെടുത്തിരുന്നു. അല്ല, അതുപോലെ ഈ പണ്ട് മദനിക്കൊപ്പം വേദി പങ്കിട്ടവരാണ് 2 കൂട്ടരെ പങ്കിട്ടിട്ടുണ്ട്. മദനിക്കൊപ്പം വേദി പങ്കിട്ടവരാണ്. ഓർത്തോണം, മദനി ഇപ്പം അവർക്ക് വിശുദ്ധനാണ് അല്ലേ? അതെ. ഇപ്പം മുരാരി ബാബു കഴിഞ്ഞ ദിവസം അന്തരിച്ചു. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയാണ്. അയാൾ കാണിച്ചു കൂട്ടാത്ത പരിപാടികളൊന്നുമില്ല. മരണം ഒരാളെയും വിശുദ്ധനാക്കുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ മുരാരി ബാബു പെട്ടെന്ന് ഒരു വിശുദ്ധ പരിവേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ചില മാധ്യമങ്ങൾ വിശുദ്ധ പരിവേഷം നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു പ്രമുഖ മാധ്യമത്തിൽ ഞാൻ ഈ മുരാരി ബാബുവിൻ്റെ മരണവാർത്ത നോക്കിയപ്പോൾ ഞാനിങ്ങനെ അരിച്ചു പറക്കി 2 വട്ടം നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവസാനം നോക്കുമ്പോൾ ഈ നടുക്കുള്ള പേജിൻ്റെ എഡിറ്റോറിയൽ പേജല്ല, അല്ലാത്ത പേജുണ്ടല്ലോ, ആ പേജിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു 2 കോളത്തിൽ വാർത്ത, മുരാരി ബാബു അന്തരിച്ചു. എന്നിട്ട് ഇദ്ദേഹം ദേവസ്വത്തിലെ മുൻ ഇന്നയാൾ അന്തരിച്ചു, അത് അർബുദബാധിതനായി ചികിത്സ ചെയ്തു, ശബരിമല സ്വർണ്ണക്കേരള കേസിൽ ഇത്രാം പ്രതിയായിരുന്നു. പിന്നെ അതേക്കുറിച്ച് ഒരു വാക്കുമില്ല. ബാക്കി മൊത്തം അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള അവദാനം. ഓർത്തോണം. അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പ്രധാന കാർമ്മികത്വം വഹിച്ചിട്ടുള്ള ആളായിരുന്നു മുരാരി ബാബു. അപ്പോൾ ഒറ്റ ഒരു ദിവസം കൊണ്ട് മുരാരി ബാബു വിശുദ്ധനായിട്ട് അങ്ങ് മാറി. ഈ മാധ്യമങ്ങൾക്ക് വിശ്വാസം മാത്രമല്ല, ഞാൻ അവിടെ ആ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഞാൻ എൻട്രൻസ് ചെല്ലും, മാധ്യമങ്ങൾക്ക് അല്ലാതെ പ്രവേശനമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ജനൻ TV ഫുള്ള് ഉണ്ടായിരുന്നു. ജനൻ TV, ജന്മഭൂമിയുടെ റിപ്പോർട്ടർ ഉണ്ടെന്ന് തോന്നുന്നു.
രസകരമായ കാര്യം, ഞാൻ ചെല്ലുമ്പോൾ ഈ നടന്ന ഹാളിൻ്റെ പുറത്ത് റോഡിൽ ബിഗ് ടി വിയുടെ പുതിയതായിട്ട് തുടങ്ങിയ ബിഗ് ടി വി എന്ന് പറഞ്ഞ ആ ചാനലിൻ്റെ ഒരു കാർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് അവർ ഇന്നലെ മുഴുവൻ ഇത് ആഘോഷിക്കുകയായിരുന്നു. ഇത് 3 VC-കാർ പങ്കെടുത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വെറുതെ ഈ എന്താണ് ഈ അപഖ്യാതി പറഞ്ഞു വരുത്തുന്ന രീതിയിലേക്ക് അവരിങ്ങനെ പറയാണ്. അപ്പം നമ്മളിത് എല്ലാം വിചാരിക്കുന്നത് ഇത് അറിയാൻ പാടില്ലാത്ത ഒരു ആൾ കണ്ടാൽ വിചാരിക്കുന്നത് ഏതോ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പരിപാടിക്ക് രാജ്യവിരുദ്ധന്മാർ ഒത്തുകൂടെടുത്ത് പോയെന്നുള്ളതാണ്. ഇതെന്തോ ക്രിമിനൽ കുറ്റം എന്നുള്ള രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. മതയുടെ യോഗത്തിന് പോയ ആഹാ, അതെ. അപ്പൊ ഓഹോ. ഇതിനകത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ 2 രാഷ്ട്രീയ പാർട്ടികൾ, അതായത് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇടതുപക്ഷം ആയിക്കോട്ടെ, വലതുപക്ഷം ആയിക്കോട്ടെ, ഈ 2 കൂട്ടർ ആർക്കാണ്ടൊക്കെയോ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക അല്ലേ? അതെ അതെ അതെ. അത് ആരെയാണ് അവർ ലക്ഷ്യം വരുന്നത്? ന്യൂനപക്ഷങ്ങളെയാണോ, ഇനി മുസ്ലിംസിനെയാണോ, അതോ ക്രിസ്ത്യൻസിനെയാണോ, അതോ ഈ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെയുള്ള RSS വിരുദ്ധരെയാണോ? ആരെയൊക്കെയാണ് ഇവർ പിന്നെ ഇത് ഇടുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലും ശരി, ഇന്ത്യ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് RSSൻ്റെ പോഷക സംഘടനയായിട്ടുള്ള BJP ആണ്. അതായത് സംഘപരിവാർ സംഘടന എന്ന് പറയുന്ന BJP ആണ്. RSSൻ്റെ ആശയങ്ങൾ അധിഷ്ഠിതമായി കൊണ്ട് നിന്ന് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരു സ്വയം സേവകമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുമാണ്. അപ്പോൾ ആ പരിപാടിയിൽ അതിൻ്റെ RSSൻ്റെ ഇപ്പോഴത്തെ മേധാവിയാണ് മോഹൻ ഭാഗവത്. അതാണ് ഞങ്ങൾ ഒന്നുകൂടെ പറയുന്നു. അദ്ദേഹം അവിടെ വന്ന് ഇന്ത്യയെ കീറി മുറിക്കുന്നതിനെക്കുറിച്ചോ, ഇന്ത്യയെ തുരങ്കം വയ്ക്കുന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കൊല്ലുന്നതിനെക്കുറിച്ചോ, അവരെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും അല്ല സംസാരിച്ചത്. അവർ സംസാരിച്ചത് എന്താണ്? അവർ സംസാരിച്ചത് ഇന്ത്യയുടെ പുരോഗതിയെക്കുറിച്ച്, RSSനെ കുറിച്ച് നമുക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു ചോദ്യോത്തരവേള ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാം, കൃത്യമായി അദ്ദേഹം ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ആ ഒരു പരിപാടിയെ എന്ത് പേരിലാണ് ഇവർ എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അല്ല, അവർ സംഘടിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അവരാണ് തരം മീറ്റിംഗ് വയ്ക്കുകയും ഇങ്ങനെ ആളെ വിളിച്ച് വരുത്തുകയും ചെയ്താൽ കുഴപ്പമില്ല. അല്ല, ഇവരോട് ഇപ്പോൾ പറയാൻ വന്ന RSS വർഗീയ സംഘടനയാണ്, RSS ഇവിടുത്തെ ഹിന്ദുക്കളെയും ഇവിടുത്തെ ക്രിസ്ത്യൻസിനെയും മുസ്ലിങ്ങളെയും ഇല്ലാതാക്കാൻ ഒരുങ്ങുന്ന സംഘടനയാണ്, ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സംഘടനയാണ് എന്നൊക്കെ ആയിരിക്കും ഇവർ പറയുന്നത്. ഇതൊന്നും ഇന്ത്യയിൽ നടപ്പാകില്ല എന്നുള്ളത് ഒരു രണ്ടാമത്തെ കാര്യം. അങ്ങനെ ഒരു പിന്നെ ഹിന്ദു രാഷ്ട്രമെന്നോ അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയെ മറികടന്നുകൊണ്ട് ഈ നിലവിൽ എന്തായാലും നടക്കുന്ന ഒരു കാര്യമേ അല്ല. മാത്രമല്ല, ഇന്ത്യയുടെ പുരോഗതി മാത്രമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അത്രയുള്ള അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്, ഈ മോഹൻ ഭാഗവത് അവിടെ പ്രസംഗിച്ചത് അത് തന്നെയാണ്. അദ്ദേഹം ഇന്ത്യ എങ്ങനെ കുറച്ചുകൂടെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. അല്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താണ്, അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു രാജ്യവിരുദ്ധ പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. അവിടെ വന്നവരാരും തന്നെ വന്നവരാരും അങ്ങനെ ദീർഘമായി പ്രസംഗിച്ച സ്വാഗതം പറഞ്ഞവരൊക്കെ അല്ല, അത് വേറെ പ്രസംഗിച്ചിട്ടുമില്ല. ഇദ്ദേഹം മാത്രമാണ് ആദ്യം ഒരു പ്രഭാഷണം നടത്തി, പിന്നെ അദ്ദേഹം ചോദ്യോത്തരവേള നടത്തി. അതിലൊന്നും തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ല, ഈ VC-മാരെ ഇത് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതെ, അവർ ഈ രാജ്യത്തെ പൗരന്മാർ തന്നെയാണ്. ഈ 3 VC അവർ ഈ രാജ്യത്തെ പൗരന്മാരാണ്. അവർക്ക് തുടങ്ങി പങ്കെടുത്തുള്ളൂ, അവർക്ക് പങ്കെടുക്കാം. അല്ല, മാത്രമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ സർക്കാർ ഒരു പണിയുണ്ട്, ഈ VC-മാരെ എല്ലാം മാറ്റി നിർത്തട്ടെ, മാറ്റി നിർത്തി നോക്കട്ടെ. ഈ പോയ VC-മാർക്ക് ഒരു കാരണം കാണിക്കലും ഒക്കെ കൊടുത്ത് ഇവരെ ഒന്ന് മാറ്റി നിർത്താനുള്ള ഒരു സംവിധാനം ചെയ്യട്ടെ. അതിന് എന്തായാലും ഗവർണർ വഴിയല്ലേ നടക്കൂ, അത്രയല്ലേ നടക്കത്തുള്ളൂ. അപ്പോൾ ആ പരിപാടിക്ക് അങ്ങനെ ചെയ്യട്ടെ. അത് RSSകാരനായിട്ടുള്ള ഗവർണറെ വിളിച്ച് നയപ്രഖ്യാപന പ്രസംഗം നടത്താം. എന്തുകൊണ്ട് നിങ്ങൾ ഗവർണർ അപ്പം അവർ പറയും ഞങ്ങളെ ഗവർണർ പദവിയാണ് ബഹുമാനിക്കുന്നത്, വ്യക്തിയെയല്ല. നമുക്കറിയാം ഇവിടെ ഇരുന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് ഇതുപോലെ കുറേ പരിപാടികൾ കാണിച്ചു. പരാക്രമങ്ങൾ അദ്ദേഹം വഴി തടയാൻ വരെ ചെന്നു. സാറിന് കേരളത്തിൽ ഗവർണർ വഴി തടയുന്ന പതിവുള്ളതല്ല. ഗവർണർ വഴി തടയുന്ന അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി വന്നു. അതോടുകൂടി ആശാമാർ തട്ടോട്ടായി ഇറങ്ങി തടഞ്ഞാൽ ഇറങ്ങി വരും, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെയുള്ള ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം, മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നടന്ന ഒരുപാട് ദുരന്തങ്ങൾ നടന്ന സമയത്ത് വോളണ്ടിയർമാരായി ഇറങ്ങിയത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ CPM-മാരൊന്നും ആയിരുന്നില്ല. ഈ RSS എന്ന് പറഞ്ഞ സംഘടനയിൽപ്പെട്ട ആളുകളായിരുന്നു. അവർ ഭംഗിയായി തങ്ങളുടെ ജോലി നിർവഹിച്ചിരുന്ന 70-കളിൽ അവസാനം പറ്റണം ഗുജറാത്തിൽ മോർബി എന്ന് പറഞ്ഞ ഒരു അണക്കെട്ട് തകർത്തിട്ടുണ്ട്. അണക്കെട്ടായിരുന്നു. അണക്കെട്ട് തകർന്ന് പോയാലും എത്രയോ ആയിരക്കണക്കിന് ആൾ മരിച്ച് രാജ്യം കണ്ട ഏറ്റവും ദുരന്തങ്ങളിലൊന്നായിരുന്നു. അന്ന് അവിടെ ഈ എന്താണ് വോളണ്ടിയർമാർ രക്ഷാപ്രവർത്തനം നടത്താൻ ഇറങ്ങിയ RSS ആയിരുന്നു. അതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കുക ആ കാര്യത്തിൽ. നമ്മളെല്ലാവരും തന്നെ നമ്മൾ RSS അനുകൂലികളോ അല്ലെങ്കിൽ RSS പ്രവർത്തകരോ ഒന്നും അല്ല. എങ്കിൽ പോലും ആരെങ്കിലും ചെയ്യുന്ന നല്ല കാര്യത്തിന് നമ്മളെപ്പോഴും അംഗീകരിക്കും. മോശം ചെയ്താൽ മോശമായിട്ട് നമുക്ക് പറയാം. അല്ല, ഈ വിഷയം ഇപ്പം ഈ വൈസ് ചാൻസലർമാർ പോയ വിഷയം ഒരിക്കലും അതൊരു വിവാദത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല. കാരണം അവർ പോയിട്ടുണ്ടെങ്കിൽ അവരർഹമായിട്ടുള്ള ഒരു ക്ഷണത്തിൻ്റെ പുറത്താണ് അവർ പോയിരിക്കുന്നത്.
അതിപ്പോൾ ഇനി ആരായിരുന്നെങ്കിലും അവർക്ക് പോകേണ്ടി വരും. CPM എല്ലാ വർഷവും നടത്താറുള്ള പഠന കോൺഗ്രസ് ഉണ്ട്. ഈ പഠന കോൺഗ്രസ്സിൽ ആരും വിളിക്കാറില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് സെലക്റ്റീവ് വിളിയാണല്ലോ. ഇനി അതിൽ പങ്കെടുത്ത CPM അനുകൂലികളായ വൈസ് ചാൻസലർമാർ നമുക്ക് ഉണ്ടായിരുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അവരെ നിങ്ങൾ പങ്കെടുപ്പിച്ചെന്ന് സ്വാഭാവികം ചോദിക്കേണ്ടി വരും. അവർ പങ്കെടുത്തിട്ടുണ്ടല്ലോ, എത്രയോ പേര് പങ്കെടുത്തിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് വലിയ പദവികളിൽ നിന്ന് എത്രയോ പേര് ഈ പിന്നെ AK സെൻ്ററിൻ്റെ പഠന ഗവേഷണ കേന്ദ്രം നടത്തുന്ന ഈ വാർഷിക പരിപാടി പങ്കെടുത്ത് സംസാരിക്കാറുണ്ട്, പ്രബന്ധം ധരിപ്പിക്കാറുണ്ട്, അവിടെ സദസ്യരായിരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം മാത്രം ചെയ്യുമ്പോൾ അതിനെ ഇമാതിരി കാണിക്കുക എന്ന് പറയുന്നത് ഇത് കാലം മാറിയത് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ശരി, ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് രണ്ട് കൂട്ടരും ഇപ്പം CPM ലക്ഷ്യം കോൺഗ്രസിൻ്റെ കാലത്ത് പോയി എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്താ? RSSൻ്റെ പരിപാടിക്ക് പോയി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഈ കളിയാക്കാൻ പോകുന്ന CPMൻ്റെ കാലത്താണ് ആ കീഴ്വഴക്കത്തിന് തുടക്കം കുറിച്ചത്. അതെ, എല്ലാ കാര്യത്തിനും തുടക്കം കുറിക്കുന്നത് അവരായിരിക്കും. പിന്നീട് ഞങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെ അടുത്തവൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു നയം പണ്ട് വല്ല അവർക്കുണ്ട്. അതെ, സ്വാഭാവികം മാത്രം. അപ്പോൾ എന്താണെങ്കിലും ശരി, മോഹൻ ഭാഗവതിനെ പോലെയുള്ള ഒരാൾ, RSSൻ്റെ മേധാവി, അദ്ദേഹം വരുന്നു, അദ്ദേഹം ഇവിടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുമായി സംവദിക്കുന്നു. അതിലേക്ക് VC-മാർക്ക് ക്ഷണം ഉണ്ടാകുന്നു. അവർ പോയി, ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇത് ഇന്ത്യയാണ്, ഇവിടെ നിരോധിക്കപ്പെട്ട സംഘടനയല്ല RSS. സ്വാഭാവികമായിട്ടും ആ കാര്യത്തിന് പോയതിൻ്റെ പേരിൽ വെറുതെ ഇവിടെ കിടന്ന് കടിപിടി കൂടി ഉള്ള വോട്ട് കൂടി BJPക്ക് കൊണ്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് യാതൊന്നും കോൺഗ്രസോ CPM ചെയ്യാൻ പോകും.